ഈ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പില് കോൺഗ്രസ് ഇന്നേ വരെ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് 48 മണിക്കൂറിനുള്ളിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെ വളരെ സമാധാനത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കോൺഗ്രസിന് പറ്റില്ലെന്നേ. കോൺഗ്രസ് CPM മാതിരിയുള്ള ഒരു പാർട്ടിയല്ല. കോൺഗ്രസിന് 100,000 അഭിപ്രായങ്ങളുണ്ടാവും, 100,000 നേതാക്കന്മാരുണ്ട്, അവർക്ക് 100,000 അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു സീറ്റിനൊക്കെ വേണ്ടിയിട്ട്, ഒരു സീറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ താല്പര്യം പ്രകടിപ്പിക്കും. അവർക്ക് ആ നേതാക്കന്മാർക്ക് അവർക്ക് എന്താ പറയാ, അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാകും, അവരെ സംരക്ഷിക്കണം. ഇതൊക്കെ കോൺഗ്രസിൽ സ്വാഭാവികമാണെന്നേ. ഇവരുടെ വർത്താനം കേട്ടായിരിക്കും ഇതെന്തോ 48 മണിക്കൂറിനുള്ളിൽ ആകെ 55 പേരെ തന്നെ പ്രഖ്യാപിച്ചില്ലേ എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇത്തവണ കോൺഗ്രസ് വളരെ ശാന്തമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നില്ല. 48 മണിക്കൂറിനുള്ളിൽ 55 സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ വളരെ സേഫാണ് കോൺഗ്രസിന്റെ സ്ഥിതി. എന്റെ